ഹായ് എവ്രി വൺ, വെൽക്കം ടു ക്യാപിറ്റൽ ക്ലാസ്സസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനേജീരിയൽ ഇക്കണോമിക്സിലെ ചാപ്റ്റർ നമ്പർ 2 തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. ഫസ്റ്റ് ഓഫ് ഓൾ we will discuss two important concepts: meaning of demand and law of demand. Then what is utility, what is total utility and marginal utility. Okay, so without wasting time we will see what is demand. നോക്കൂ, എന്താണ് ഡിമാൻഡ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡിമാൻഡ്? സിംപ്ലി നമ്മുടെ ഓർഡിനറി ലാംഗ്വേജിൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസയർ, വിഷ്, ഒരാഗ്രഹം അല്ലേ? വിഷ് ടു ഹാവ് സംതിങ്, ഒരു സാധനം നമുക്ക്, അല്ലെങ്കിൽ ഒരു ഗുഡ്, ഒരു കമ്മോഡിറ്റി, ഓക്കെ, നമുക്ക് വേണം എന്നുള്ള ഒരു ആഗ്രഹം, ഒരു വിഷിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിമാൻഡ്, ഓർഡിനറി ലാംഗ്വേജിൽ. പക്ഷേ മിയർ ഡിസയർ വിൽ നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ഡിമാൻഡ് ഇൻ ഇക്കണോമിക്സ്. ഇക്കണോമിക്സിൻ്റെ വ്യൂ പോയിൻറ്റിൽ വെറും ഒരു ആഗ്രഹത്തിന് നമുക്ക് എന്ത് പറയാൻ കഴിയില്ല? ഡിമാൻഡ് എന്ന് പറയാൻ കഴിയില്ല. ആഗ്രഹം, ഒരു ഡിസയർ ഡിമാൻഡായി മാറണമെങ്കിൽ ഓക്കെ, ഇറ്റ് ഷുഡ് ബി സപ്പോർട്ടഡ് ബൈ 2 other things. ഡിസയറിനെ ഡിമാൻഡ് എന്ന് പറയണമെങ്കിൽ അതിനെന്ത് വേണം? നമുക്ക് എബിലിറ്റി ടു പേ ഫോർ ദാറ്റ് ഡിസയർ ഉണ്ടായിരിക്കണം. ആ ഒരു ആഗ്രഹം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി മുടക്കാൻ നമ്മുടെ കയ്യിൽ എന്ത് വേണം? പണം വേണം. ഓർ വി ഷുഡ് ബി ഏബിൾ ടു പേ ഫോർ ദാറ്റ്. നമ്മുടെ കയ്യിൽ മണി ഉണ്ടായിരിക്കണം. ആൻഡ് വില്ലിങ്നെസ് ടു പേ. വില്ലിങ്നെസ് മീൻസ് നമുക്കെന്താണ്? നമ്മൾ റെഡിയാണ് പണം മുടക്കാൻ വേണ്ടി. ഇപ്പോൾ ചില ആളുകൾ ഉണ്ടാവില്ലേ, പണം കയ്യിലുണ്ടെങ്കിലും അവർക്കത് മുടക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നമുക്കതിനെ ഡിമാൻഡ് എന്ന് പറയാൻ കഴിയില്ല. ഓക്കെ, വി ഷുഡ് ബി വില്ലിങ് ടു പേ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ തിങ് ആൻഡ് വി ഷുഡ് ബി ഏബിൾ ടു പേ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ തിങ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിക്കും, ഓഫ് ലേറ്റസ്റ്റ് മോഡൽ. ഓക്കെ, നമുക്ക് ഡിമാൻഡ് ഉണ്ട് ഫോർ മൊബൈൽ ഫോൺ. നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് വിഷ് ഉണ്ട്, ഡിസയർ ഉണ്ട്, ആൻഡ് വില്ലിങ്നെസ് ടു പേ. നമ്മളെന്താണ്? വില്ലിങ് ആണ്. ഓക്കെ, നമ്മൾ റെഡിയാണ് പേ ചെയ്യാൻ വേണ്ടി. ആൻഡ് വി ഹാവ് ദ എബിലിറ്റി ടു പേ. നമ്മുടെ കയ്യിൽ പണമുണ്ട് പേ ചെയ്യാൻ വേണ്ടി. വി ആർ ഓൾസോ ഏബിൾ ടു പേ. സോ ഈ 3 ഫാക്ടേഴ്സ് കൂടി വരുമ്പോഴാണ് എന്ത് പറയുന്നത്? നമ്മൾ ഡിമാൻഡ് ഉണ്ടായി എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ഇക്കണോമിക്സ് ഡിസയർ പ്ലസ് വില്ലിങ്നെസ് ടു പേ പ്ലസ് എബിലിറ്റി ടു പേ ഈസ് നോൺ ആസ് ഡിമാൻഡ് ഇൻ ഇക്കണോമിക്സ്. റൈറ്റ്, ദെൻ മൂവിങ് ഓൺ ടു ലോ ഓഫ് ഡിമാൻഡ്. എന്താണ് ലോ ഓഫ് ഡിമാൻഡ്? When price of the commodity falls, quantity demanded increases, and when its price increases, its quantity demanded decreases. So, ഒരു കമ്മോഡിറ്റിയുടെ, ഓക്കെ, ഒരു വസ്തുവിൻ്റെ, ഒരു സാധനത്തിൻ്റെ പ്രൈസ് കുറയുമ്പോൾ, ഫോൾസ്, ഓക്കെ, പ്രൈസ് കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. സിംപ്ലി നമ്മൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഓഫറുകൾ അല്ലെങ്കിൽ സെയിൽ നോക്കിയിരിക്കാറില്ലേ? മൊബൈൽ, ലാപ്ടോപ്പ്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, അങ്ങനെ എന്തും വാങ്ങാൻ വേണ്ടി. സോ ആ പർട്ടിക്കുലർ ഓഫറിൻ്റെ സമയത്ത് എന്താണ് നോക്കൂ, കമ്മോഡിറ്റിയുടെ അല്ലെങ്കിൽ ആ സാധനത്തിൻ്റെ, ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ എന്ന് വിചാരിക്കും, അതിൻ്റെ പ്രൈസ് കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ ഓഫറിൻ്റെ സമയത്ത്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ മാത്രമല്ല, നമ്മളെപ്പോലെ ഒരുപാട് ആളുകൾ ഇത് പർച്ചേസ് ചെയ്യും. സോ അതിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? വെൻ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഫോൾസ്, ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസസ് അല്ലേ? സോ ഇത് ഓഫറിൻ്റെ സമയത്ത് മാത്രമല്ല, കോമൺ മാർക്കറ്റിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഒരു സാധനത്തിൻ്റെ വില കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വാങ്ങാനുള്ള ഒരു അതിൻ്റെ ഡിമാൻഡ് മാർക്കറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നു. റൈറ്റ്, ആൻഡ് തിരിച്ചും വെൻ ഇറ്റ്സ് പ്രൈസ് ഇൻക്രീസസ്, പ്രൈസ് കൂടുമ്പോൾ, വെൻ ഇറ്റ്സ് പ്രൈസ് ഇൻക്രീസസ്, ക്വാണ്ടിറ്റി ഡിമാൻഡിന് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു. റൈറ്റ്, ഇത് ഒന്നുമില്ല, സിമ്പിൾ, നമ്മളുടെ കോമൺ സെൻസിൽ ആലോചിച്ചാൽ നമുക്ക് കിട്ടാവുന്ന കാര്യമുള്ളൂ. അതല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ഒരു കൺസ്യൂമർ എന്നും ഡെയിലി ചെയ്യുന്നൊരു കാര്യമാണ്. ഓക്കെ, റൈറ്റ്, ദ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി ഫോൾസ്, എന്ത് ചെയ്യുന്നു? ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസസ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസസ്. നോക്കൂ, ദർ ഈസ് എൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി ആൻഡ് ഇറ്റ്സ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. സോ ഒരു സാധനത്തിൻ്റെ, ഒരു കമ്മോഡിറ്റിയുടെ അല്ലെങ്കിൽ ഒരു ഗുഡിൻ്റെ പ്രൈസും അതുപോലെ അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? ഇൻവേഴ്സ് ആണ്, മീൻസ് ഓപ്പോസിറ്റ് ആണ്, അതല്ലെങ്കിൽ നെഗറ്റീവാണ്. അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവേഴ്സ് റിലേഷൻസ് എന്ന് പറയുന്നത്. സോ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഇൻക്രീസസ്, എന്ത് ചെയ്യുന്നു? ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിക്രീസസ്.
പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഫോൾസ് ഓർ ഡിക്രീസസ്, ക്വാണ്ടിറ്റി ഡിമാൻഡിന് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. സോ ഇത് രണ്ടും എപ്പോഴും എന്താണ്? പ്രൈസും അതുപോലെ ഡിമാൻഡും, ക്വാണ്ടിറ്റി ഡിമാൻഡിലും ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയുന്നു? ദർ ഈസ് എൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി ആൻഡ് ഇറ്റ്സ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. സോ ഇതിനെയാണ് എന്ത് പറയുന്നത്? ദിസ് റിലേഷൻഷിപ്പ് ഈസ് കോൾഡ് ലോ ഓഫ് ഡിമാൻഡ്. സിമ്പിൾ അല്ലേ? ഒന്നുമില്ല. നമ്മുടെ കോമൺ സെൻസിൽ ആലോചിച്ച് നോക്കുക. പ്രൈസ് കൂടുന്നു ഒരു സാധനത്തിന്, നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് പ്രൈസ് കുറയാൻ വേണ്ടി കാത്തിരിക്കും അല്ലേ? ആൻഡ് നമ്മളപ്പോൾ വാങ്ങില്ല. പ്രൈസ് കൂടുമ്പോൾ, പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് പോയി വാങ്ങും. സോ നമ്മളെപ്പോലുള്ള ഒരുപാട് ആളുകൾ കൂടിയതാണ് മാർക്കറ്റ് അല്ലേ? സോ വെൻ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഫോൾസ്, ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇൻക്രീസ്. സോ ജനറൽ മാർക്കറ്റിൽ എന്തുണ്ടാവുന്നു? ക്വാണ്ടിറ്റിയുടെ ഡിമാൻഡിൽ ഒരു ഇൻക്രീസ് ഉണ്ടാവുന്നു. ദിസ് ഈസ് നോൺ ആസ് ലോ ഓഫ് ഡിമാൻഡ്. സോ എന്ത് പറയുന്നു നമ്മളതിനെ? ദർ ഈസ് എൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. ഇത് ഓർമ്മിക്കണം. ദർ ഈസ് എൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ഇതിനെയാണ് എന്ത് പറയുന്നത്? ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ സിമ്പിൾ. ഓക്കെ, ദെൻ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് കോൺസെപ്റ്റ്, യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ ഈ ചാപ്റ്ററിൻ്റെ ഇനി അങ്ങോട്ടുള്ള പഠനത്തിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് ഈ മൂന്നെണ്ണം. ഓക്കെ, യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി എന്നതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? യൂട്ടിലിറ്റി മീൻസ് സിംപ്ലി ഒരു സാധനം എത്രത്തോളം നമുക്ക് ഉപയോഗയോഗ്യമാണ്, അതല്ലെങ്കിൽ അത് എത്രത്തോളം പ്രയോജനം ചെയ്യും, അതൊക്കെയാണ് ഇതിൻ്റെ മീനിങ് അല്ലേ? സോ എക്സാക്ട്ലി എക്കണോമിക്സിൽ എന്താണ് നോക്കൂ, കപ്പാസിറ്റി ഓർ പവർ ഓഫ് എ കമ്മോഡിറ്റി ടു സാറ്റിസ്ഫൈ എ വാണ്ട്. നമ്മളുടെ ഒരു വാണ്ടിനെ അല്ലേ, കൺസ്യൂമറുടെ ഒരു വാണ്ടിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു കമ്മോഡിറ്റിയുടെ, ഒരു സാധനത്തിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ പവറിനെയാണ് എന്ത് പറയുന്നത്? യൂട്ടിലിറ്റി. വെദർ ദ വാണ്ട് ഇസ് ഗുഡ് ഓർ ബാഡ്, വെൽഫെയർ ഓർ നോൺ വെൽഫെയർ ഈസ് ഇമ്മെറ്റീരിയൽ. സോ നമ്മളുടെ ആഗ്രഹം, കൺസ്യൂമറുടെ ആ ഒരു വാണ്ട്, അത് നല്ലതാണോ ചീത്തയാണോ, വെൽഫെയർ ടേംസിൽ ഓക്കെ ആണോ, അതല്ലെങ്കിൽ കൺസ്യൂമർക്ക് ക്ഷേമം പ്രദാനം ചെയ്യുന്നതാണോ, അതോ വെയർ വാണ്ടാണോ, അതൊന്നും നമ്മളിവിടെ എന്ത് ചെയ്യുന്നില്ല, കണക്കിലെടുക്കുന്നില്ല. ദാറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൺസംഷൻ ഓഫ് ലിക്കർ, സിഗരറ്റ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ആ പർട്ടിക്കുലർ കൺസ്യൂമേഴ്സിൻ്റെ വാണ്ടിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഇതൊക്കെയാണ് അല്ലേ? ഇതിന് പവർ ഉണ്ട്, ലൈക്ക് കൺസ്യൂമിങ് സിഗരറ്റ്. So that is having a power or capacity to satisfy that particular want. പക്ഷെ അതെന്തല്ല, അതൊരിക്കലും ഒരു ഗുഡ് വാണ്ടാണ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സിഗരറ്റിന് യൂട്ടിലിറ്റി ഉണ്ടോ, ലിക്കറിന് യൂട്ടിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ? യെസ്, ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിങ് the capacity or power to satisfy that particular want of the consumer. It is a feeling of satisfaction, pleasure or well-being experienced by the consumer from the consumption or possession of the commodity. So ഈ പർട്ടിക്കുലർ കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുന്നതിലൂടെയോ ഉപയോഗിക്കുന്നതിലൂടെയോ അതല്ലെങ്കിൽ അത് പൊസസ് ചെയ്യുന്നതിലൂടെയോ അത് കൈവശം വെക്കുന്നതിലൂടെയോ നമ്മുടെ കൺസ്യൂമർക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ, അതല്ലെങ്കിൽ പ്ലഷർ, സന്തോഷം, അദ്ദേഹത്തിൻ്റെ ഒരു വെൽബീയിങ്, മൊത്തത്തിലുള്ള ഒരു ഗുഡ് ഫീലിംഗ്, ഇതിനെയൊക്കെയാണ് എന്ത് പറയുന്നത്? ആ സാധനത്തിൻ്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ബേസിസ് ഓഫ് ഡിമാൻഡ്. യൂട്ടിലിറ്റിയാണ് എന്ത് പറയുന്നത്? ഡിമാൻഡിൻ്റെ ബേസിസ്. കാരണം നമുക്ക് യൂട്ടിലിറ്റി ഉള്ള ഒരു സാധനമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പോയി വാങ്ങുള്ളൂ മാർക്കറ്റിൽ നിന്ന്. സോ ഇറ്റ് ഈസ് ദ ബേസിസ് ഓഫ് ഡിമാൻഡ്. ഇഫ് എ കമ്മോഡിറ്റി ഡസ് നോട്ട് സാറ്റിസ്ഫൈ എ ഹ്യൂമൻ വാണ്ട്, ദെൻ ഇറ്റ് ഹാസ് നോ യൂട്ടിലിറ്റി. സോ ഒരു കൺസ്യൂമറുടെ ഒരു പർട്ടിക്കുലർ വാണ്ടിനെ സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരു സാധനം എന്തല്ല, അതിന് യൂട്ടിലിറ്റി ഉണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിക്ക്. അക്കോർഡിംഗ് ടു യൂട്ടിലിറ്റി തിയറി, പീപ്പിൾ മേക്ക് പർച്ചേസ് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ ഡിഗ്രി ഓഫ് സാറ്റിസ്ഫാക്ഷൻ ദേ ഗെറ്റ് ഫ്രം ആൻ ഐറ്റം ഓഫ് സർവീസ്. നമ്മൾ എന്തിനാണ് യൂട്ടിലിറ്റിയെക്കുറിച്ച് ഇവിടെ പറയുന്നത്? ബിക്കോസ് പീപ്പിൾ, നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. സോ കൺസ്യൂമർ ബിഹേവിയർ മീൻസ് പീപ്പിൾ മേക്ക് പർച്ചേസ് ഡിസിഷൻസ്. ആളുകൾ സാധനങ്ങൾ മാർക്കറ്റിൽ പോയി പർച്ചേസ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? ബേസ്ഡ് ഓൺ ദ ഡിഗ്രി ഓഫ് സാറ്റിസ്ഫാക്ഷൻ ദേ ഗെറ്റ് ഫ്രം എൻ ഐറ്റം ഓഫ് സർവീസ്. നമ്മൾക്ക് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ തരുന്നു എന്നതിൻ്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്? ഒരു നോർമൽ കൺസ്യൂമർ അദ്ദേഹത്തിൻ്റെ പർച്ചേസ് ഡിസിഷൻസ് എടുക്കുന്നത്. സോ ഇൻ ദാറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ എന്താണ്? യൂട്ടിലിറ്റി തിയറി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
യൂട്ടിലിറ്റി എന്നുള്ള ടേം ആരാണ് കോയിൻ ചെയ്തത്? ദിസ് ഈസ് കോയിൻ ബൈ W.S. ജെവൻസ്. ദെൻ യൂട്ടിലിറ്റി കോൺസെപ്റ്റ് ഇക്കണോമിക് അനാലിസിസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ജെറമി ബെൻതാം. ഓക്കെ, ജെറമി ബെൻതാം ഇൻട്രൊഡ്യൂസ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് യൂട്ടിലിറ്റി ഇൻ ഇക്കണോമിക് അനാലിസിസ്. റൈറ്റ്, നമ്മൾ യൂട്ടിലിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തു. ദെൻ വി ആർ മൂവിങ് ടു ടോട്ടൽ യൂട്ടിലിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ടോട്ടൽ യൂട്ടിലിറ്റി. എന്താ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ സം ഓഫ് ദ യൂട്ടിലിറ്റീസ്. സം മീൻസ് ടോട്ടൽ അല്ലേ? ഇറ്റ് ഈസ് ദ സം ഓഫ് ദ യൂട്ടിലിറ്റീസ് ഒബ്റ്റെയിൻഡ് ഫ്രം കൺസ്യൂമിങ് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് എ കമോഡിറ്റി. സോ ഒരു കമോഡിറ്റിയുടെ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റീസിൻ്റെ സമ്മാണ് എന്ത്? ടോട്ടൽ യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി ഈസ് ദ സം ഓഫ് ദ യൂട്ടിലിറ്റീസ് obtained from consuming different units of a commodity. Example നോക്കൂ. If an individual consumes only one unit of the commodity, the total utility will be utility derived from the consumption of that unit. If he consumes 2, 3 or 4 units, total utility will be the total utilities derived from 2 units, 3 units or 4 units. സോ ഞാൻ ഒരേ ഒരു യൂണിറ്റേ കൺസ്യൂം ചെയ്യുന്നുള്ളൂ എങ്കിൽ, ഓക്കെ, സപ്പോസ് ഇഫ് ഐ എം കൺസ്യൂമിങ് ഓൺലി 1 യൂണിറ്റ്, ഓക്കെ, എനിക്ക് എന്താണ് എൻ്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ആ യൂണിറ്റിൽ നിന്നും കിട്ടുന്ന, ഓക്കെ, യൂട്ടിലിറ്റി 1 ഓഫ് ദാറ്റ് 1 യൂണിറ്റ്, അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റിയാണ്. സപ്പോസ് ഐ എം കൺസ്യൂമിങ് 2nd യൂണിറ്റ്, 3rd യൂണിറ്റ്, 4th യൂണിറ്റ്, ഓക്കെ. സോ ഇന്ന് എനിക്ക് യൂട്ടിലിറ്റി 1 കിട്ടി, ഇവിടുന്ന് യൂട്ടിലിറ്റി 2, യൂട്ടിലിറ്റി 3, യൂട്ടിലിറ്റി 4. സോ എൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ഓൾ ദീസ് യൂട്ടിലിറ്റീസ്. ഓക്കെ, സോ സിമ്പിൾ കോൺസെപ്റ്റ്സ് ആണ്, പക്ഷേ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ മാർജിനൽ യൂട്ടിലിറ്റി. വാട്ട് ഈസ് മാർജിനൽ യൂട്ടിലിറ്റി? ഇറ്റ് ഈസ് ദ യൂട്ടിലിറ്റി ഓഫ് ആൻ അഡീഷണൽ യൂണിറ്റ് കൺസ്യൂംഡ്. ടോട്ടൽ യൂട്ടിലിറ്റി എന്തായിരുന്നു? സം ഓഫ് ദ യൂട്ടിലിറ്റി ആയിരുന്നു. വാട്ട് ഈസ് മാർജിനൽ യൂട്ടിലിറ്റി? യൂട്ടിലിറ്റി ഓഫ് ആൻ അഡീഷണൽ യൂണിറ്റ് കൺസ്യൂംഡ്. നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഒരു അഡീഷണൽ യൂണിറ്റ് എന്ത് യൂട്ടിലിറ്റിയാണോ നമുക്ക് തരുന്നത് അതിനെയാണ് എന്ത് പറയുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാസ്റ്റ് യൂണിറ്റ് ഓഫ് ദ കമോഡിറ്റി കൺസ്യൂംഡ്. നോക്കൂ, ഇറ്റ് റെഫേഴ്സ് ടു ദ ചേഞ്ച് ദ ടേക്സ് പ്ലേസ് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ബൈ ദ കൺസംഷൻ ഓഫ് എൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ദി കമോഡിറ്റി. എക്സാമ്പിളിലൂടെ കുറച്ചുകൂടി ക്ലിയർ ആവും. ഫോർ എക്സാമ്പിൾ, ഇഫ് from consuming 5 units of a commodity, an individual gets 200 units of total utility. ഓക്കെ, ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ 5 യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്തു. അപ്പോൾ നമുക്ക് 200 യൂണിറ്റ്സ് ഓഫ് ടോട്ടൽ യൂട്ടിലിറ്റി കിട്ടിയെന്ന് വിചാരിക്കൂ. എത്രയാണ്? 5 യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്തു. അപ്പോൾ നമുക്ക് 200 യൂണിറ്റ് ഓഫ് യൂട്ടിലിറ്റി കിട്ടി. ദെൻ 6ാമത്തെ യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 6ാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി എന്തായി? 200-ൽ നിന്നും 230 യൂണിറ്റായി. 5 യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ നമ്മുടെ യൂട്ടിലിറ്റി എത്രയായിരുന്നു? 200. വെൻ വി കൺസ്യൂംഡ് ദ 6th യൂണിറ്റ്, നമ്മുടെ യൂട്ടിലിറ്റി എന്ത് ചെയ്തു? 230 യൂണിറ്റായി നമ്മളുടെ ടോട്ടൽ യൂട്ടിലിറ്റി. അപ്പോൾ ഈ 5-ൽ നിന്നും 6-ലേക്ക് 1 യൂണിറ്റ് നമ്മൾ എക്സ്ട്രാ കൺസ്യൂം ചെയ്തപ്പോൾ നമ്മുടെ യൂട്ടിലിറ്റി എന്ത് ചെയ്തു? 30 യൂണിറ്റായിട്ട് ഇൻക്രീസ് ചെയ്തു അല്ലേ? 5th യൂണിറ്റിൽ നിന്നും 6th യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്തപ്പോൾ 200-ൽ നിന്നും 230 നമ്മുടെ യൂട്ടിലിറ്റി ഉയർന്നു. ഒരു യൂണിറ്റിൻ്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ് അല്ലേ? 230 മൈനസ് 200. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ദ 6th യൂണിറ്റ് വിൽ ബി ഓൺലി 30. ഓക്കെ, നമ്മൾ അഡീഷണലായിട്ട് കൺസ്യൂം ചെയ്തിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ യൂണിറ്റിൻ്റെ യൂട്ടിലിറ്റി എത്രയാണ്? അതിനെയാണ് എന്ത് പറയുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി. ഇറ്റ് ഈസ് ദ ചേഞ്ച് ദ ടേക്സ് പ്ലേസ് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി. അതായത് 200 ആയിരുന്ന യൂട്ടിലിറ്റി എന്തായി? 230 അതായത് 30 യൂണിറ്റ് ചേഞ്ച് ചെയ്തു. ചേഞ്ച് ദ ടേക്സ് പ്ലേസ് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ബൈ കൺസംഷൻ ഓഫ് എൻ അഡീഷണൽ യൂണിറ്റ്. 5-ൽ നിന്നും എന്തായി? ദാറ്റ് ഹാസ് ബിക്കം 6. 6th വൺ, 5-ൽ നിന്ന് നമ്മൾ 6 യൂണിറ്റ് എക്സ്ട്രാ 1 യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ 200-ൽ നിന്നും 230 നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി ചേഞ്ച് ചെയ്തു. 30 യൂണിറ്റ് ചേഞ്ച് ചെയ്തു. ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് മാർജിനൽ യൂട്ടിലിറ്റി. എന്താണ്? അഡീഷണൽ യൂണിറ്റ് കൺസ്യൂം ചെയ്തതിലൂടെ
ഉണ്ടായിട്ടുള്ള യൂട്ടിലിറ്റി, അതല്ലെങ്കിൽ ചേഞ്ച് ദ ടേക്സ് പ്ലേസ് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ബൈ കൺസംഷൻ ഓഫ് എൻ അഡീഷണൽ യൂണിറ്റ്. ഇത് രണ്ടും എന്താണ്? ഒരേ കാര്യം തന്നെയാണ്. ഓക്കെ, സോ ദ കോൺസെപ്റ്റ് ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ഇക്കണോമിക്സ് ഹാവ് സജസ്റ്റഡ് 2 methods ഫോർ മെഷർമെൻറ്റ് ഓഫ് യൂട്ടിലിറ്റി. സോ ഈ യൂട്ടിലിറ്റിയെ മെഷർ ചെയ്യാൻ വേണ്ടി ദർ ആർ 2 methods. ദേ ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമ്മുടെ ചാപ്റ്ററിൻ്റെ ഒരു വലിയ പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ 2 മെത്തേഡ്സിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻസ് ആണ്. സോ ഫോർ മെഷറിങ് ദിസ് യൂട്ടിലിറ്റി, ഈ യൂട്ടിലിറ്റിയെ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? ഓക്കെ, സോ ഫോർ മെഷറിങ് ദിസ് യൂട്ടിലിറ്റി ദർ ആർ 2 methods ഇൻ എക്കണോമിക്സ്: കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും. ഓക്കെ, സോ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അണ്ടർ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് നമ്മൾ പഠിക്കാൻ പോകുന്ന മെയിൻ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. നോക്കൂ, കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. ഫസ്റ്റ് വി വിൽ സ്റ്റഡി അസംഷൻസ്. സോ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് മനസ്സിൽ വെക്കണം, അതല്ലെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഈ ചാപ്റ്ററിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഫസ്റ്റ് വി ഷുഡ് നോ വാട്ട് വി ആർ ഗോയിങ് ടു സ്റ്റഡി. So cardinal utility approach, first we will study assumptions of this approach, then what are the defects or limitations of this approach, then ഒരു മെയിൻ ആയിട്ടുള്ള ടോപ്പിക് അണ്ടർ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ വരുന്ന എന്താണ്? കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഇൻ ടേംസ് ഓഫ് യൂട്ടിലിറ്റി അനാലിസിസ്. കൺസ്യൂമേഴ്സിൻ്റെ ഇക്വിലിബ്രിയം ഓക്കെ അണ്ടർ യൂട്ടിലിറ്റി അനാലിസിസിൽ നമ്മളെങ്ങനെ ഡിറ്റർമിൻ ചെയ്യും? അതിന് 3 ഫണ്ടമെൻ്റൽ ലോസ് നമ്മൾ പഠിക്കുന്നു. ഓക്കെ, ദീസ് ഓൾ കംസ് അണ്ടർ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ ഇക്വിലിബ്രിയം ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി ദർ ആർ 3 ഫണ്ടമെൻ്റൽ ലോസ്. 1. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, ദെൻ ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി, ദെൻ കോൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ സർപ്ലസ്. ഓക്കെ, കോൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ സർപ്ലസ്, റൈറ്റ്. അതിൽ ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി ഇത് നമുക്ക് എന്തില്ല? വി ഡോണ്ട് ഹാവ് ടു സ്റ്റഡി ഇറ്റ്. വി ഹാവ് ടു സ്റ്റഡി ഓൺലി ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആൻഡ് കോൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ സർപ്ലസ്. ഈ രണ്ടാമത്തെ എന്ത് വേണ്ട? നോട്ട് ഡിസ്കസിങ് ഇറ്റ് ഫോർ ദ ടൈം ബീയിങ്. നമ്മളിപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ ഡിമാൻഡ് എന്താണെന്ന് നോക്കി. ലോ ഓഫ് ഡിമാൻഡ് വി ഹാവ് അണ്ടർസ്റ്റുഡ്. യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റിയുടെ കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ തേർഡ് വൺ വി ആർ മൂവിങ് ടു കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. അപ്പോൾ അതിൻ്റെ അസംഷൻസും ലിമിറ്റേഷൻസും എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ദെൻ അഗെയിൻ വി വിൽ കം ഹിയർ. ഓക്കെ, സോ നൗ വി ആർ ഗോയിങ് ടു കവർ അസംഷൻസ് അതല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. സോ അസംഷൻസ് പഠിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് വി വിൽ സി എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. സോ കാർഡിനൽ എന്നുള്ള ടേം എന്താണ് മെയിൻ ചെയ്യുന്നത്? കാർഡിനൽ സിംപ്ലി ടെൽ us about the quantity of the objects. ഓക്കെ, കാർഡിനൽ എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ദി ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് വിത്ത് കൗണ്ടിങ് റിലേറ്റഡ് ആയി, അല്ലെങ്കിൽ നമ്മൾ കൗണ്ട് ചെയ്യില്ലേ 1 2 3 4 അങ്ങനെ പറഞ്ഞ് കൗണ്ട് ചെയ്യില്ലേ. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേമാണ് എന്ത്? കാർഡിനൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് അപ്രോച്ച് ഈസ് ഡെവലപ്ഡ് ബൈ ഗോസൻ, വില്യം സ്റ്റാൻലി, ലിയോൺ വോൾഡ്രസ് ആൻഡ് കാൾ മെൻഗർ. സോ നമ്മൾ ഓർത്തിരിക്കേണ്ടുന്നൊരു പോയിൻ്റ് എന്താണ്? നിയോ ക്ലാസിക്കൽ ഇക്കണോമിക്സ് പെർട്ടിക്കുലർലി ആൽഫ്രഡ് മാർഷൽ മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് റിഫൈൻമെൻറ്റ്സ് ഇൻ ദിസ് തിയറി. ഹെൻസ് cardinal utility theory is also known as neoclassical utility theory or Marshallian utility theory. Very very important point. Cardinal utility approach ൻ്റെ മറ്റ് പേരുകളാണ് എന്തെല്ലാം? Marshallian utility theory, അതുപോലെ തന്നെ നിയോ ക്ലാസിക്കൽ യൂട്ടിലിറ്റി തിയറി. കാരണം എന്താണ്? ആൽഫ്രഡ് മാർഷൽ ഈ തിയറിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി അതല്ലെങ്കിൽ റിഫൈൻമെൻറ്റിന് വേണ്ടി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലും എന്ത് ചെയ്യുന്നു? ഈ തിയറി അറിയപ്പെടുന്നു മാർഷലിയൻ യൂട്ടിലിറ്റി തിയറി, അതല്ലെങ്കിൽ നിയോ ക്ലാസിക്കൽ യൂട്ടിലിറ്റി തിയറി എന്നറിയപ്പെടുന്ന തിയറി ഏതാണ്? കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. സോ എന്താണ് ഇതിൻ്റെ മീനിങ് നോക്കൂ. കാർഡിനൽ എന്നുള്ള നമ്മൾ പറഞ്ഞു അല്ലേ? കാർഡിനൽ മീൻസ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു കൗണ്ടിങ് ഓർ ഇറ്റ് ടെൽസ് us the quantity of objects. അപ്പോൾ ഈ തിയറി പറയുന്നത്, ദിസ് തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് യൂട്ടിലിറ്റി ഈസ് മെഷറബിൾ. കാർഡിനൽ എന്ന് പറഞ്ഞാൽ എന്താ?
കൗണ്ടിങ് റിലേറ്റഡ് അല്ലേ, ക്വാണ്ടിറ്റി ഓഫ് ഒബ്ജക്ട്സിനെ കുറിച്ച് പറയുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി പറയുന്നത് യൂട്ടിലിറ്റിയുടെ കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. വാട്ട് ഈസ് യൂട്ടിലിറ്റി? ഇറ്റ് ഈസ് ദ വാണ്ട് സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് എ കമ്മോഡിറ്റി അല്ലേ, ഒരു കമ്മോഡിറ്റിയുടെ വാണ്ട് സാറ്റിസ്ഫൈയിങ് പവറിനെയാണ് നമ്മൾ എന്ത് പറയുക, യൂട്ടിലിറ്റി എന്ന് പറയുക. അപ്പോൾ ആ യൂട്ടിലിറ്റി മെഷറബിൾ ആണ് എന്ന് പറയുന്ന തിയറിയാണ് എന്ത്, യൂട്ടിലിറ്റിയെ മെഷർ ചെയ്യാം എന്ന് പറയുന്ന തിയറിയാണ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. ഓക്കെ, യൂട്ടിലിറ്റി ഈസ് മെഷറബിൾ. നമ്മളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ പഠിച്ചു പോവാം. അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് നോട്ട് അറ്റ് ഓൾ ഡിഫിക്കൾട്ട്. ഓക്കെ, സോ ഓരോ പോയിന്റ് വൈസ് പോയിന്റ് നമ്മൾ എന്ത് ചെയ്യാം, വി വിൽ കവർ. ലൈക്ക് ഹൈറ്റിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് പോലെ, വെയ്റ്റിനെ മെഷർ ചെയ്യുന്നത് പോലെ, ലെങ്ത്തിനെ മെഷർ ചെയ്യുന്നത് പോലെ, ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാം, യൂട്ടിലിറ്റിയെ മെഷർ ചെയ്യാം. ഓക്കെ, ദെൻ ജെറമി ബെൻതാം ഇൻട്രൊഡ്യൂസ്ഡ് എ ഹൈപ്പോത്തറ്റിക്കൽ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്. ജെറമി ബെൻതാം നമ്മൾ എവിടെ പഠിച്ചു? He has introduced the concept of utility in economics. ഓർമ്മയില്ലേ നമ്മൾ പഠിച്ചത്? ജെറമി ബെൻതാം ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് the concept of utility in economic analysis. Okay, so അദ്ദേഹം എന്ത് ചെയ്തു? He has introduced a hypothetical unit of measurement called utils. ഓക്കെ, യൂട്ടിൽസ് എന്നുള്ള ഒരു മെഷർമെൻറ്റ് യൂണിറ്റിനെ, ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു, യൂട്ടിലിറ്റി മെഷറബിൾ ആണ്. സോ ഇത് മെഷർ ചെയ്യാനുള്ള ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള യൂണിറ്റ്സ് വിച്ച് ഈസ് നോൺ ആസ് യൂട്ടിൽസ്. യൂട്ടിൽസ് എന്താണ്? യൂണിറ്റ്സ് ഓഫ് യൂട്ടിലിറ്റി. യൂട്ടിലിറ്റിയുടെ യൂണിറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂട്ടിൽസ് എന്ന് പറയുന്നത്. While purchasing a commodity, a consumer has to sacrifice in terms of money. നമ്മൾ എന്താണ് പറയുന്നത്, എന്തുകൊണ്ടാണ് യൂട്ടിലിറ്റി മെഷറബിൾ ആണ് എന്ന് പറയുന്നത്? നോക്കൂ, വൈ യൂട്ടിലിറ്റി ഈസ് മെഷറബിൾ? While purchasing a commodity, a consumer has to sacrifice in terms of money, and this sacrifice is the measuring of utility. നമ്മളൊരു സാധനം പോയി പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൊടുത്തിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്? നമ്മുടെ കയ്യിലുള്ള പണം കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യുന്നത്. സോ നമ്മൾക്കൊരു സാക്രിഫൈസ് ഉണ്ട് അവിടെ അല്ലേ. എന്താണ് നമ്മുടെ സാക്രിഫൈസ്? നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നമ്മുടെ പോക്കറ്റിലിരിക്കുന്ന പണം കൊടുത്തുകൊണ്ടാണ് നമ്മളൊരു കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ സാക്രിഫൈസ് ഓഫ് ദാറ്റ് പർച്ചേസ്? ഇറ്റ് ഈസ് ദ മണി. നമ്മൾ കൊടുക്കുന്ന പണമാണ് നമ്മളുടെ അവിടെ സാക്രിഫൈസ്. സോ ഈ സാക്രിഫൈസ്, okay, this is the measuring. This sacrifice is measuring of utility. Money is the measuring rod to utility. Money is the measuring rod to utility. പണത്തിന് എന്തുണ്ട്? It is having a value of sacrifice. So ഈ പണത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? We have considered it as the measuring rod. Okay, യൂട്ടിലിറ്റി അളക്കാനുള്ള ഒരു മെഷറിംഗ് റോഡായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പണത്തിനെ കണക്കാക്കുന്നു. കാരണം അടുത്ത പോയിന്റ് നോക്കൂ, ഹയർ ദ യൂട്ടിലിറ്റി, ഹയർ വിൽ ബി ദ സാക്രിഫൈസ് ഫ്രം ദ കൺസ്യൂമർ ഇൻ ടേംസ് ഓഫ് മണി. ദസ് യൂട്ടിലിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി. സോ ഒരു സാധനത്തിന് ഹയർ യൂട്ടിലിറ്റി ഉണ്ടെന്ന് നമ്മൾ എപ്പോഴാണ് പറയുക? അതിൻ്റെ മണി വാല്യൂ കൂടുതലാവുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ സാക്രിഫൈസ് കൂടുതലാകുമ്പോൾ അതിന് ഹയർ യൂട്ടിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് കരുതാം. ഓക്കെ, ഫ്രം ദ കൺസ്യൂമർ ഇൻ ടേംസ് ഓഫ് മണി. കൂടുതൽ മണി കൊടുക്കുമ്പോൾ കൂടുതൽ യൂട്ടിലിറ്റി ഉണ്ട് എന്ന് അണ്ടർ ദിസ് കോൺസെപ്റ്റ് വി ക്യാൻ അസ്യൂം. കാരണം ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ്, യൂട്ടിലിറ്റി ഈസ് മെഷറബിൾ അണ്ടർ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. സോ യൂട്ടിലിറ്റി എങ്ങനെയാണ് മെഷർ ചെയ്യുക? യൂട്ടിലിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി. കാരണം വെൻ വി പർച്ചേസ് എ കമ്മോഡിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ സാക്രിഫൈസിങ് അവർ മണി, ആൻഡ് ദിസ് സാക്രിഫൈസ് ഇസ് ദ മെഷറിംഗ് ഓഫ് യൂട്ടിലിറ്റി. റൈറ്റ്? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദ മെത്തേഡ് ഓഫ് മെഷറിംഗ് യൂട്ടിലിറ്റി ഇൻ ടേംസ് ഓഫ് മണി ഈസ് കോൾഡ് കാർഡിനൽ അപ്രോച്ച്. Okay, utility can be measured quantitatively in cardinal numbers like 1, 2, 3 and so on. So നമുക്ക് എന്ത് ചെയ്യാം? യൂട്ടിലിറ്റിയെ മെഷർ ചെയ്യാം. നമ്മൾ പറഞ്ഞു 1, 2, 3 ഇതൊക്കെ കാർഡിനൽ നമ്പേഴ്സ് ആണ് അല്ലേ. So the utility can be added, subtracted and multiplied with the help of this method in cardinal numbers like 1, 2, 3, 4 and so on. So ഇതൊക്കെ എന്താണ്? ഈ നമ്പേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. We can do various operations on these cardinal numbers. Okay, example നോക്കൂ.
മിസ്റ്റർ റാം ഇസ് വില്ലിംഗ് ടു പേ ₹100 ഫോർ കമ്മോഡിറ്റി എ. എ എന്ന് പറയുന്ന കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യാൻ 100 രൂപ മുടക്കാൻ റാം തയ്യാറാണ്. ഓക്കെ, അതിൻ്റെ വില 100 രൂപയാണ്. ആൻഡ് ഹി ഈസ് വില്ലിംഗ് ടു പേ ₹90 ഫോർ കമ്മോഡിറ്റി ബി. ബി എന്നുള്ള കമ്മോഡിറ്റിക്ക് 90 രൂപ മുടക്കാൻ റാം തയ്യാറാണ്. ആൻഡ് സി എന്നുള്ള കമ്മോഡിറ്റിക്ക് ₹80 മുടക്കാൻ റാം തയ്യാറാണ്. സോ നമുക്ക് എന്ത് പറയാം? ആസ് പെർ ദിസ് തിയറി we can say that commodity A has more utility than commodity B. Than ആണ്. ഓക്കെ, commodity A has more utility than commodity B and commodity B has more utility than commodity C. This is expressed as follows: A greater than B greater than C. അതായത് എയുടെ യൂട്ടിലിറ്റി ബിയുടെ യൂട്ടിലിറ്റിയേക്കാൾ കൂടുതലാണ്, ബിയുടെ യൂട്ടിലിറ്റി സിയുടെ യൂട്ടിലിറ്റിയേക്കാൾ കൂടുതലാണ്. സോ എങ്ങനെയാണ് ഇൻ ടേംസ് ഓഫ് മണി നമ്മൾ യൂട്ടിലിറ്റിയെ മെഷർ ചെയ്തെന്ന് കണ്ടോ? ടേംസ് ഓഫ് മണി. ഓക്കെ, ഇൻ ടേംസ് ഓഫ് മണി ഏതിനാണ് കൂടുതൽ യൂട്ടിലിറ്റി? എക്ക്. കാരണം ഹയർ ദ യൂട്ടിലിറ്റി, ഹയർ വിൽ ബി ദ സാക്രിഫൈസ് ഫ്രം ദ കൺസ്യൂമർ ഇൻ ടേംസ് ഓഫ് മണി. നമ്മൾ യൂട്ടിലിറ്റിയെ മെഷർ ചെയ്തു. അപ്പോൾ മെഷർ ചെയ്യാനുള്ള ആ മെഷറിംഗ് റോഡ് ഇവിടെ എന്തായിരുന്നു? ദറ്റ് ഈസ് നൺ അതർ ദാൻ മണി. റൈറ്റ്. സോ ദിസ് ഈസ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. സിമ്പിളാണ്. ഓക്കെ, നമ്മൾ ഈ പേര് കേട്ടിട്ട് ഇത് എന്താണെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് സിംപ്ലി മെഷേഴ്സ്. ദിസ് ഈസ് ദ മെത്തേഡ് ഓഫ് മെഷറിംഗ് യൂട്ടിലിറ്റി ഇൻ ടേംസ് ഓഫ് മണി. ഇതാണ് ഇതിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത്. നൗ വി ആർ സീയിങ് അസംഷൻസ് ഓഫ് ദിസ് തിയറി. ഓക്കെ, യൂട്ടിലിറ്റി ഈസ് മെഷറബിൾ ഇൻ ന്യൂമറിക്കൽ ടേംസ്. നമ്മൾ പറഞ്ഞു അല്ലേ, 1, 2, 3, 4 എന്ന് പറഞ്ഞ് നമുക്ക് മെഷർ ചെയ്യാം. ദെൻ എവറി കൺസ്യൂമർ ഈസ് റാഷണൽ. കൺസ്യൂമർ എന്താണ്? ഇൻ്റലിജൻ്റ് ആണ്, യുക്തിസഹമായി ചിന്തിക്കുന്ന ആളാണ്. അബ്നോർമൽ പേഴ്സൺ ഒന്നും അല്ല, നോർമൽ പേഴ്സൺസ് ആണ്. ദെൻ എവറി റാഷണൽ കൺസ്യൂമർ ഇൻറ്റൻസ് ടു മാക്സിമൈസ് ഹിസ് ഓർ ഹെർ സാറ്റിസ്ഫാക്ഷൻ ഫ്രം ഹിസ് ഓർ ഹെർ മണി ഓർ ഇൻകം. കൺസ്യൂമർ വളരെ ഇൻ്റലിജൻ്റ് ആണ്, റാഷണലാണ്, നോർമലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യും? ഹി വിൽ ട്രൈ ടു മാക്സിമൈസ് ഹിസ് ഓർ ഹെർ സാറ്റിസ്ഫാക്ഷൻ ഫ്രം ഹിസ് ഓർ ഹെർ മണി ഓർ ഇൻകം. നമ്മൾ പണം മുടക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷനുള്ള കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യാനാണ് ശ്രമിക്കുക, അല്ലേ? വി വിൽ ട്രൈ ടു മാക്സിമൈസ് അവർ സാറ്റിസ്ഫാക്ഷൻ. ദ കൺസ്യൂമർ ഹാസ് ലിമിറ്റഡ് ഇൻകം ടു സ്പെൻഡ് ഓൺ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ഹി ഓർ ഷീ ചൂസസ് ടു കൺസ്യൂം. ദെൻ കൺസ്യൂമറുടെ ഇൻകം ലിമിറ്റഡ് ആണ്. ഓക്കെ, then utility gained from the successive units of a commodity goes on diminishing. Successive units of a commodity, ഒന്നിലധികം യൂണിറ്റ്സ്. ഓക്കെ, വൺ ആഫ്റ്റർ അനദർ നമ്മൾ ഒരു സാധനത്തിൻ്റെ ഒരു കമ്മോഡിറ്റിയുടെ യൂണിറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? അവർ യൂട്ടിലിറ്റി അറിയാലോ, സാറ്റിസ്ഫാക്ഷൻ, ഇറ്റ് ഗോസ് ഓൺ ഡിമിനിഷിങ്, കുറഞ്ഞു വരും, അല്ലേ? നമ്മളുടെ നിത്യജീവിതത്തിലേക്ക് തന്നെ നോക്കിയാൽ മതി. വി വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ് കോൺസെപ്റ്റ്. കോൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് ഇവിടെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദിസ് ഈസ് നൺ അതർ ദാൻ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. സോ ഇവിടെ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ദെൻ ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ദറ്റ് ഈസ് ദ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം കൺസ്യൂമിങ് ആൻ അഡീഷണൽ യൂണിറ്റ്. നമ്മളിത് ഡിസ്കസ് ചെയ്തു, അല്ലേ? മാർജിനൽ യൂട്ടിലിറ്റി. പണത്തിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. പണത്തിന് ഒരിക്കലും യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്യുന്നൊരവസ്ഥയില്ല. കാരണം വാണ്ട്സ് ഓഫ് ദ കൺസ്യൂമേഴ്സ് ആർ അൺലിമിറ്റഡ്. സോ പണത്തിന് എന്തുണ്ട്? പർച്ചേസിങ് പവർ ഉള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ പണം ഉപയോഗിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാൻ, ഓക്കെ, ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യാൻ നമുക്ക് കഴിയുന്നിടത്തോളം കാലം എന്താണ്? പണത്തിൻ്റെ യൂട്ടിലിറ്റി ഒരിക്കലും എന്ത് ചെയ്യില്ല? കുറയില്ല. ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. ദെൻ the utility depend on commodity alone. Okay, the utility which a consumer derives from a good is a function of the quantity of that good and that good only. It does not consider complements and substitute good. So ഒരു കമ്മോഡിറ്റിയുടെ യൂട്ടിലിറ്റി എന്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? ആ കമ്മോഡിറ്റിയെ തന്നെ മാത്രം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതായത് മറ്റ് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സപ്പോസ് നമ്മൾ ഒരു മാംഗോ കൺസ്യൂം ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി, അതല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി. ഓക്കെ, മാംഗോ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി മാംഗോയിനെ മാത്രം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതല്ലെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ യൂട്ടിലിറ്റി ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ മൊബൈൽ ഫോൺ ഓൺലി. ആ ഒരു കമ്മോഡിറ്റിനെ മാത്രം ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്ന് എന്ത് ചെയ്യുന്നു?
ഈ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് അസ്യൂം ചെയ്യുന്നു. ഇതൊക്കെ ഇതിൻ്റെ അസംഷൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. സോ ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ കോംപ്ലിമെൻറ്റ്സ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. കോംപ്ലിമെൻറ്റ്സ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സിംപ്ലി എന്താ കോംപ്ലിമെൻറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ദീസ് ആർ ലൈക്ക് ദോസ് ഗുഡ്സ് വിച്ച് ആഡ്സ് വാല്യൂ ടു ദി അനദർ. അതായത് കമ്പ്യൂട്ടറും കീബോർഡും കോംപ്ലിമെൻ്ററി ആണ് അല്ലേ. കീബോർഡ് ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ നമുക്ക് സുഗമമായിട്ട് ഉപയോഗിക്കാം. ഇറ്റ് ആഡ്സ് വാല്യൂ ടു ദി അതർ. അതുപോലെ ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ നമ്മളതിന് കൂടെ ഉപയോഗിക്കുന്ന സോസും. സോ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ എന്താണ്, ദിസ് ഇസ് എൻ എക്സ്ട്രീംലി ടേസ്റ്റി കോമ്പിനേഷൻ. സോ ഇത് കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആണ്. അതല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഈ ബുക്കും അതുപോലെ നമ്മൾ ഫിസിക്കലി ഉപയോഗിക്കുന്ന നമ്മുടെ ഫിസിക്കൽ ബുക്കും. ഒരു ഇ ബുക്ക് അല്ലെങ്കിൽ ഒരു PDF ഫയലിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെയിം കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാം. നമ്മൾ കടയിൽ പോയി ഒരു ബുക്ക് പർച്ചേസ് ചെയ്താലും എന്താണ്, സെയിം കാര്യങ്ങൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. സെയിം ഇൻഫർമേഷനാണ് രണ്ടിലും ഉള്ളത്. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് ഓഫ് ദ സെയിം സബ്ജക്റ്റ്. സോ അതെന്താണ്, ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ഒന്നിന് പകരം ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, ദാറ്റ് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ വൺ അനദർ. സോ അത്തരത്തിലുള്ള ഗുഡ്സിൻ്റെ ഒരു ഇമ്പാക്റ്റിനെയൊന്നും ഈ തിയറി കൺസിഡർ ചെയ്യുന്നില്ല. ഈ തിയറി പറയുന്നത് യൂട്ടിലിറ്റി ഡിപ്പെൻഡ് ഓൺ ദി കമ്മോഡിറ്റി എലോൺ. കോംപ്ലിമെൻറ്റ്സിനെയും സബ്സ്റ്റിറ്റ്യൂട്ടിനെയും ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. ആ പർട്ടിക്കുലർ കമ്മോഡിറ്റിയെ മാത്രം ആശ്രയിച്ചാണ് എന്തിരിക്കുന്നത്, യൂട്ടിലിറ്റി ഇരിക്കുന്നത് എന്നാണ് ഈ തിയറി അസ്യൂം ചെയ്തിട്ടുള്ളത്. ദെൻ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂംഡ് ബൈ എ കൺസ്യൂമർ ക്യാൻ ബി ആഡഡ് ടുഗെദർ ടു ഒബ്റ്റെയിൻ ടോട്ടൽ യൂട്ടിലിറ്റി. നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ തന്നെ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ആ ഓരോ യൂണിറ്റിൻ്റെയും യൂട്ടിലിറ്റി ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ഡിറൈവ് ദി ടോട്ടൽ യൂട്ടിലിറ്റി. ദെൻ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ടേസ്റ്റ്, ക്യാരക്ടർ, ഫാഷൻ ആൻഡ് ഹാബിറ്റ്സ് ഓഫ് ദി കൺസ്യൂമർ. സോ ഇത്രയാണ് എന്ത് ഈ തിയറിയുടെ അസംഷൻസ്. പെട്ടെന്നൊന്ന് നോക്കൂ. യൂട്ടിലിറ്റി ഈസ് മെഷറബിൾ ഇൻ ന്യൂമറിക്കൽ ടേംസ്. എവറി കൺസ്യൂമർ ഇസ് റാഷണൽ. ദെൻ ഈ റാഷണൽ കൺസ്യൂമർ എന്ത് ചെയ്യും, ഹി വിൽ ട്രൈ ടു മാക്സിമൈസ് ഹിസ് ഓർ ഹെർ സാറ്റിസ്ഫാക്ഷൻ and he has limited income. Then utility from successive units of the commodity diminish ചെയ്യും. Marginal utility of money എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. The utility depend on commodity alone. Complements, substitutes ഒന്നും എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. Then യൂട്ടിലിറ്റീനെ ആഡ് ചെയ്യാം to obtain total utility. No change in these factors. Okay. ദെൻ ഡിഫെക്ട്സ് ഓർ ലിമിറ്റേഷൻസ്. സോ നമ്മൾ അസംഷൻസ് പഠിച്ചാൽ തന്നെ ഒരുപാട് ഡിഫെക്ട്സ് ഓർ ലിമിറ്റേഷൻസ് നമുക്കതിൽ നിന്ന് ലഭിക്കും. കാരണം ഒരുപാട് അസംഷൻസ് ഒരു പക്ഷെ നമുക്കതിനെ റിയലിസ്റ്റിക് എന്ന് പറയാൻ കഴിയില്ല. സോ അസംഷൻസ് കൃത്യമായി പഠിച്ചു വയ്ക്കുക. ദെൻ വി ക്യാൻ റൈറ്റ് ദ ഡിഫെക്ട്സ് ഓർ ലിമിറ്റേഷൻസ് സോ ഈസിലി. സോ ഫസ്റ്റ് വൺ നോക്കൂ, യൂട്ടിലിറ്റി ഈസ് സബ്ജക്റ്റീവ്. സബ്ജക്റ്റീവ് പറഞ്ഞാൽ എന്താ, ദിസ് ഈസ് ബേസ്ഡ് ഓൺ ദ പേഴ്സണൽ ഫീലിംഗ് അല്ലേ. സംതിങ് വിച്ച് ഈസ് ബേസ്ഡ് ഓൺ പേഴ്സണൽ ഫീലിംഗ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, അതിനെയാണ് നമ്മൾ സബ്ജക്റ്റീവ് എന്ന് പറയുക. അപ്പോൾ യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റീവ് കോൺസെപ്റ്റാണ്. ഇറ്റ് ഈസ് എ സൈക്കോളജിക്കൽ കോൺസെപ്റ്റ്. ഹെൻസ് ഇറ്റ് കനോട്ട് ബി മെഷേർഡ് കാർഡിനലി. കാരണം യൂട്ടിലിറ്റി ഈസ് ദ വാണ്ട് സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് എ കമ്മോഡിറ്റി അല്ലേ. ഇറ്റ് ഈസ് ദ സാറ്റിസ്ഫാക്ഷൻ ഓർ ബെനഫിറ്റ് ഡിറൈവ്ഡ് ഫ്രം കൺസ്യൂമിങ് എ ഗുഡ് ഓർ സർവീസ്. സോ അതുകൊണ്ട് തന്നെ this will vary from consumer to consumer. It is a psychological concept അല്ലേ. ഇത് മാറാം ഓരോരുത്തരനുസരിച്ച്. സോ അതുകൊണ്ട് തന്നെ എന്ത് പറയുന്നു, ഇതിനെ കറക്റ്റായിട്ട് കാർഡിനലി ഇറ്റ് കനോട്ട് ബി മെഷേർഡ്. യൂട്ടിലിറ്റിയെ മെഷർ ചെയ്യാൻ പറ്റില്ല. ദെൻ ദിസ് തിയറി അസ്യൂംസ് ദാറ്റ് യൂട്ടിലിറ്റി ഡിപ്പെൻഡ് ഓൺ കമ്മോഡിറ്റി അലോൺ. ഇത് നമ്മൾ പഠിച്ചു അല്ലേ. യൂട്ടിലിറ്റി നോക്കൂ, ഡിപ്പെൻഡ് ഓൺ കമ്മോഡിറ്റി അലോൺ. ഇത് ശരിയാണോ? അല്ല. റിയൽ മാർക്കറ്റിൽ വരുമ്പോൾ this assumption is not correct. In actual life, utility depends upon availability of substitutes and complements. ആ പർട്ടിക്കുലർ കമ്മോഡിറ്റി മാത്രമല്ല മാർക്കറ്റിൽ അവൈലബിൾ ആവുക. ഏതൊരു കമ്മോഡിറ്റിക്കും എന്തുണ്ട്, ഒരുപാട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അല്ലെങ്കിൽ ഏതൊരു കമ്മോഡിറ്റിയും സ്വാധീനിക്കുന്ന ഒരുപാട് കോംപ്ലിമെൻറ്റ് ഗുഡ്സ് ഉണ്ട്. സോ ഇതൊക്കെ എന്ത് ചെയ്യുന്നു, യൂട്ടിലിറ്റീനെ സ്വാധീനിക്കുന്നു. സോ യൂട്ടിലിറ്റി ഡിപ്പെൻഡ് ഓൺ കമ്മോഡിറ്റി എലോൺ എന്നുള്ള അസംഷൻ എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് റൈറ്റ്. or it is not correct. Then utility analysis is unable to explain the concept of given goods. Given goods പറയുമ്പോൾ what are given goods? inferior goods എന്ന് പറയാം സിംപ്ലി. നമ്മൾ ഇതിനെയൊക്കെ കുറിച്ച് ഈ ചാപ്റ്ററിൽ തന്നെ ക്ലിയർ ആയിട്ട് പഠിക്കും.
ഓക്കെ, സോ നോൺ ലക്ഷറി അതല്ലെങ്കിൽ ഇൻഫീരിയർ ആയിട്ടുള്ള പ്രൊഡക്ട്സിനെയാണ് ഗിഫ് ആൻഡ് ഗുഡ്സ് എന്ന് പറയുക. ലൈക്ക് റൈസ്, വീറ്റ്, പൊട്ടറ്റോ, ഇതൊക്കെ നമ്മളുടെ എന്താണ് വളരെ നെസസിറ്റി ആയിട്ടുള്ള ഗുഡ്സാണ്. ഇത് നോൺ ലക്ഷറിയസ് ആയിട്ടുള്ള ഗുഡ്സാണ്. സോ ഈ അനാലിസിസ് എന്താണ്? ദിസ് ഡസ് നോട്ട് കൺസിഡർ ഗിഫ് ആൻഡ് ഗുഡ്സ്, ഓർ ഇറ്റ് ഈസ് അൺഎബിൾ ടു എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഗിഫ് ആൻഡ് ഗുഡ്സ്. ദെൻ സോ സബ്സ്റ്റിറ്റ്യൂട്ടിനെ കൺസിഡർ ചെയ്യുന്നില്ല, കോംപ്ലിമെൻറ്റ്സിനെ കൺസിഡർ ചെയ്യുന്നില്ല, ഗിഫ് ആൻഡ് ഗുഡ്സിനെ കൺസിഡർ ചെയ്യുന്നില്ല. ദിസ് അസംഷൻ ദാറ്റ് മാൻ ഈസ് റാഷണൽ ഇസ് നോട്ട് കറക്റ്റ്. എല്ലായ്പ്പോഴും കൺസ്യൂമർ യുക്തിസഹമായി ചിന്തിച്ചോളണം എന്നില്ല. നോ കൺസ്യൂമേഴ്സ് കമ്പയർ ദ യൂട്ടിലിറ്റി ആൻഡ് ഇൻയൂട്ടിലിറ്റി ഫ്രം ഈച്ച് കമ്മോഡിറ്റി വൈൽ ബൈയിങ് ഇറ്റ്. ഒരു പരിധി വരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ശ്രദ്ധിക്കും. ബട്ട് എക്സ്ട്രീംലി റാഷണൽ എന്ന് പറയുമ്പോൾ ആ ഒരു യുക്തിസഹമായിട്ട് എല്ലായ്പ്പോഴും ഒരു ഡിസിഷൻ എടുക്കാൻ ഒരു കൺസ്യൂമറിന് എന്ത് ചെയ്തു എന്ന് വരില്ല, കഴിഞ്ഞു എന്ന് വരില്ല. സോ ദിസ് അസംഷൻ ഡസ് നോട്ട് ഹോൾഡ് ഗുഡ് ഓൾവേസ്. ദെൻ ദ കാർഡിനൽ അപ്രോച്ച് ഡസ് നോട്ട് സ്റ്റഡി ഇൻകം ഇഫക്റ്റ്, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആൻഡ് പ്രൈസ് ഇഫക്റ്റ്. ഇൻകം ഇഫക്റ്റ് സിംപ്ലി എന്താണ്? നമ്മളുടെ ഇൻകം കൂടുമ്പോൾ നമ്മളുടെ ഡിമാൻഡ് കൂടും, നമ്മൾ കൂടുതൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യും. നമ്മൾ പഠിക്കും ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയി. വാട്ട് ഈസ് പ്രൈസ് ഇഫക്റ്റ്? കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. ദെൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്താണ്? സപ്പോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു അല്ലേ? നമ്മുടെ ഐ ഗ്ലാസ്സസ്, നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണട, അതുപോലെ കോൺടാക്ട് ലെൻസ്, രണ്ടും സെയിം പർപ്പസ് സെർവ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ കോൺടാക്ട് ലെൻസിൻ്റെ വില കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കോൺടാക്ട് ലെൻസിൻ്റെ പ്രൈസ് കൂടുമ്പോൾ കണ്ണടയുടെ ഡിമാൻഡ് കൂടും അല്ലേ? നമ്മളത് വാങ്ങില്ല, നമ്മൾ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് വാങ്ങും. അതല്ലെങ്കിൽ കണ്ണടയുടെ വില കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളത് വാങ്ങില്ല, വി വിൽ പർച്ചേസ് ദ കോൺടാക്ട് ലെൻസ്. സോ അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. രണ്ട് ഗുഡ്സിൽ ദർ ഈസ് ലൈക്ക് എ നെഗറ്റീവ് റിലേഷൻഷിപ്പ്. അപ്പോൾ സോ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കും. സോ ഈ കാർഡിനൽ അപ്രോച്ചിൻ്റെ പെർവ്യൂവിൽ എന്ത് വരുന്നില്ല? ഈ ഇൻകം ഇഫക്റ്റ്, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്, പ്രൈസ് ഇഫക്റ്റ് ഒന്നും വരുന്നില്ല. ദിസ് അപ്രോച്ച് ഡസ് നോട്ട് സ്റ്റഡി ദീസ് ഇൻകം ഇഫക്റ്റ്, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആൻഡ് പ്രൈസ് ഇഫക്റ്റ്, സോ ആൻഡ് സോ. സോ ഈ ഒരു കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൻ്റെ സബ് ടോപ്പിക്കാണ് എന്ത്? കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഇൻ ടേംസ് ഓഫ് യൂട്ടിലിറ്റി അനാലിസിസ്. സോ ഈ ഒരു ടോപ്പിക്ക് എന്ത് ചെയ്യാം? ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, സോ നമ്മൾ ഇതുവരെ പറഞ്ഞ കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.